ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നൊരു DIY ആണ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഈ മാർച്ച് മാസം എന്ന് പറഞ്ഞ ഒരു ക്രാഫ്റ്റ് മന്തായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പം നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും നമ്മൾ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു DIY ആണ്. അപ്പോൾ ഞാൻ ഇതെൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു ഡെക്കറാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്, കുഞ്ഞു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാവുന്നൊരു DIY ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്സും അതുപോലെ നിങ്ങളുടെ ട്രൈ പിക്സും ഒക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് വഴിയോ ഷെയർ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടുന്നതാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ദി DIY. സോ നമ്മുടെ ബർത്ത്ഡേ ഡെക്കർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ടെംപ്ലേറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടെംപ്ലേറ്റ് ഞാൻ ഗൂഗിൾ ഇമേജസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. ഇത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് കട്ട് പ്രിൻ്റ് എടുത്തിട്ടൊന്ന് ട്രേസ് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഡയമെൻഷൻ നോക്കി വരയ്ക്കാവുന്നതുമാണ്. സോ നമുക്ക് ഫസ്റ്റ്ലി ഒന്ന് ട്രേസ് ചെയ്തെടുക്കാം. നമ്മൾ നമ്പർ ടെംപ്ലേറ്റ് കറക്റ്റായിട്ട് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് കുട്ടികളുടെ ഫസ്റ്റ് നെയിമിൻ്റെ ലെറ്റർ വെച്ചിട്ടും ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ 3 കളർ കോമ്പിനേഷനാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് വരുന്ന രീതിക്കാണ് സെലക്ട് ചെയ്തത്, ഒരു ഓംബ്രെ ഡിസൈൻ. അപ്പോൾ നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. നമ്മളിവിടെ 3 കളറിലെ ക്രേപ്പ് പേപ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, വൈറ്റ്, ഈ 3 ഷെയ്ഡ്സാണ്. അപ്പോൾ ഈ 3നെ നമ്മൾ ചെറിയ സ്ട്രിപ്പായിട്ട് ആദ്യം കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ 3 കളേഴ്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടെംപ്ലേറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു നൈഫ് യൂസ് ചെയ്തിട്ടുണ്ട്. സ്ലോയിൽ കെയർഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ പേരൻസിൻ്റെ ഹെൽപ്പോട് കൂടി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി ടെംപ്ലേറ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ലാൻഡിങ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ആദ്യം മേളിൽ വൈറ്റ് കളറും സെൻറ്റർ ലൈറ്റ് ബ്ലൂവും ഏറ്റവും ബോട്ടം പോർഷനിൽ ഡാർക്ക് ബ്ലൂ ആണ് അറേഞ്ച് ചെയ്യുന്നത്. ഇനി ഇത് ഒട്ടിച്ച് കൊടുക്കുന്നത് ഭയങ്കര സിമ്പിളാണ്. ഇപ്പോൾ ഒരു പെൻ എടുക്കുക, അതിൻ്റെ ഏറ്റവും ബോട്ടം പോർഷനിലേക്ക് വെച്ചിട്ട് ഇതുപോലെ പേപ്പർ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പശയിൽ മുക്കിയിട്ട് ഏതെങ്കിലും ഒരു എൻഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പോൾ ഒട്ടിക്കുമ്പോൾ മാക്സിമം അടുത്തടുത്ത് ഒട്ടിക്കാൻ ശ്രമിക്കുക. സോ നമ്മുടെ ഫസ്റ്റ് ലെയർ വൈറ്റ് ഫുൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയറായിട്ടുള്ള ലൈറ്റ് ബ്ലൂ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒട്ടിക്കുന്നതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇതൊരു പീസും കൂടെ വെച്ചൊന്ന് ഒട്ടിച്ച് ചെയ്തിട്ട് ലാസ്റ്റ് ട്രിം ഓഫ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ബ്ലൂ ഇത്ര ഏരിയയിൽ കവർ ചെയ്തെടുക്കാം. നമ്മുടെ സെക്കൻഡ് ലെയറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡ് ലെയറായ ഡാർക്ക് ബ്ലൂവും ഇത്ര ഏരിയയിൽ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചോ, ഇതുപോലെ ഒന്ന് പേനയുടെ ബാക്കിലേക്ക് വെച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ പശയിൽ മുക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അടുപ്പിച്ചടുപ്പിച്ച് ഒട്ടിക്കുക. അത്രേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. അപ്പം എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒട്ടിക്കുമ്പോൾ മാക്സിമം അടുത്തടുത്ത് ഒട്ടിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ബർത്ത്ഡേ ഡെക്കർ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എക്സ്ട്രാ വല്ലതും നീണ്ടു നിൽപ്പുണ്ടെങ്കിൽ ഒന്ന് സിസേഴ്സ് യൂസ് ചെയ്ത് ട്രിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ, എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഈ കളർഫുൾ ബർത്ത്ഡേ ഡെക്കർ ഉണ്ടാക്കിയെടുത്തത്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ട്രൈ പിക്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴിയോ അല്ലെ ഫേസ്ബുക്ക് പേജ് വഴിയോ ഷെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സജഷൻസും റെക്കമെൻഡേഷൻസും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ catch you all soon on next video. Take care. Bye bye.